അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാനാണ് അറിവിന്റെ നഗരിയെങ്കിൽ ആ നഗരിയിലേക്ക് കടന്നു വരാനുള്ള ഏകവാതിൽ അലിയാണെന്ന് പ്രവാചകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മൗല എന്ന പദത്തിന് യഥാർത്ഥത്തിൽ സ്നേഹിതൻ, സഹായി, അടിമ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഈ പിഴച്ച കക്ഷികൾ പറഞ്ഞൊരർത്ഥം, അതിന് ദുർവ്യാഖ്യാനിച്ച ആളുകൾ പറഞ്ഞൊരർത്ഥം സർവാധികാരിയാണ്, അള്ളാഹുവാണ്. ആര്? അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവാണ് എന്നുവരെ ഈ ഹദീസിനെ മുന്നിൽ വെച്ച് ദുർവ്യാഖ്യാനിച്ച ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. സ്വഹാബത്തിൽ തന്നെ അബൂബക്കർ ഉമറുമാണ് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ. പ്രവാചകൻ്റെ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അത് അബൂബക്കറാണ്. സുമ്മ ഉമറാണ് എന്ന കാര്യത്തിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില വിശ്വാസങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പടച്ചു വിട്ടുകൊണ്ട് ഒരു CH മുസ്തഫ എന്ന് പറഞ്ഞ പലപ്പോഴും നമ്മൾ പ്രൂഫ് പോയിന്റിൽ ആ ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു പുതിയ വാദം, ആ വാദം നമുക്കൊന്ന് കേൾക്കാം. പ്രവാചകനാണ് അലീനെ വളർത്തുന്നത്. തന്റെ പിതൃവ്യന്റെ മകനാണെങ്കിലും പ്രവാചകനാണ് വളർത്തുന്നത്. ആ സ്വഭാവ ഗുണങ്ങളെല്ലാം അപ്രകാരം തന്നെ അലി ഇബ്നു അബീ താലിബിലേക്ക് സന്നിവേശിപ്പിക്കാൻ പ്രവാചകന് സാധിച്ചിട്ടുണ്ട്. പ്രവാചകന്റെയും അലിയിന്റെയും വ്യക്തിത്വത്തെ നാം വിശകലനം ചെയ്താൽ ഇതിലേതാണ് പ്രവാചകന്റെ ഗുണങ്ങളെന്ന് ഏതാണ് അലിയുടെ ഗുണങ്ങളെന്ന് വേർതിരിക്കാൻ കഴിയാത്ത വിധം അത് സമന്വയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ അലിയാണ് ഇസ്ലാമിക ജ്ഞാനത്തിന്റെ പാരമ്പര്യത്തെ, അതിന്റെ തുടർച്ചയെ കാത്തുവെച്ചത്. ഇപ്പോഴും അതെ, അലിയിലൂടെ അല്ലാതെ നമുക്ക് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാനാണ് അറിവിന്റെ നഗരിയെങ്കിൽ ആ നഗരിയിലേക്ക് കടന്നു വരാനുള്ള ഏകവാതിൽ അലിയാണെന്ന് പ്രവാചകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കേൾക്കുന്ന ഒരാൾക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം പറയുന്നതായി മാത്രമാണ് ഇത് തോന്നാറുള്ളത്. എന്നാൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു വച്ച വിഷയത്തിൻ്റെ ഗൗരവം എന്താണ് എന്നാണ് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ CH മുസ്തഫയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ട് കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മൾ ഈ പ്രൂഫ് പോയിൻറ്റിൻ്റെ വേദിയിൽ നമ്മൾ ചർച്ചക്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ വളരെ വിശാലമായി അത് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൗതുകമുള്ളൊരു കാര്യം, ഇന്ന് വരെ അദ്ദേഹം അതിനൊരു പ്രാമാണികമായി നമ്മൾ പറഞ്ഞത് ഇവിടെ നമ്മൾ ചോദ്യം ചെയ്ത വിഷയങ്ങൾ അത് ശരിയല്ല എന്ന് സമർത്ഥിക്കുക നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഇവിടെ സ്വകാര്യമായിട്ടുണ്ടോ നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ നമുക്കത് എടുക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത്, ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞ നമ്മളിപ്പോൾ കേട്ട ക്ലിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല തലങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനൊരു പ്രത്യേകത കൽപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരമുള്ളത്. വേറെയും കുറേ സഹാബികളോടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് യഥാർത്ഥ ഷിയായിസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏതൊരു സംസാരം എടുത്താലും അതിൻ്റെ ഒരു പോക്ക് എവിടേക്കായിരിക്കും, ഷിയായിസത്തിലേക്കായിരിക്കും. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ. പക്ഷെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങൾ ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥകൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രത്യേകതകൾ കൽപ്പിച്ച് പല ആൾക്കാരും പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഉറാബിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. തുടക്ക കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞൊരു വാദം എന്താ വെച്ചാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ് നബി ആകേണ്ടയാൾ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പിഴച്ചതാണ്. അഥവാ വഹയുമായി വന്നപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പിഴച്ചു. ആർക്ക് വഹി കൊടുത്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കൊടുത്തു എന്ന ഏറ്റവും അപകടകരമായ വാദമാണ് ചെയ്തിട്ടുള്ളത് ഖുറാബിയ വിഭാഗം. അവർക്ക് ആ പേര് വരാൻ തന്നെ കാരണം ഈ കാക്കകൾ യഥാർത്ഥത്തിൽ കാക്കകളുടെ കൂട്ടത്തിൽ രണ്ട് കാക്കനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ നബിയും അലി റളിയല്ലാഹു സാദൃശ്യമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് എന്ത് ചെയ്ത് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു വാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നില്ല പ്രവാചകനാകേണ്ടത്, അലി റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകനാകേണ്ടത് എന്നവർ വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരവരുടെ ദിക്റുകളിൽ അവരുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഖാനൽ അമീൻ, ജിബ്രീൽ അലൈഹി സ്വലാം വഞ്ചന കാണിച്ചെന്ന ദിക്റ് ചെല്ലാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റായ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ ഇപ്പം ഖൈബർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം എടുത്തിട്ട് ഖൈബർ യുദ്ധത്തിൽ അലി അള്ളാഹിൻ്റെ പോരാട്ടം വളരെ പ്രസിദ്ധമാണ്. ആ ചരിത്രം എടുത്തൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇതുപോലെ പോരാടാൻ പറ്റില്ല. അലി അള്ളാഹിൻ്റെ ഖുവ്വത്തും ശക്തിയൊക്കെ എടുത്ത് കാണിച്ച് ഇതിന് അമാനുഷികത ഉണ്ട്, അദ്ദേഹം ഒരു ദൈവതുല്യൻ, അല്ലെങ്കിൽ ദൈവത്തെ പോലെയാണ്, ദൈവമാണ് എന്ന് വരെ സമർത്ഥിച്ച ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു വിഭാഗം ആളുകളാണ്. അതേപോലെ തന്നെ ഇപ്പം CH മുസ്തഫ ചെയ്ത പണി ദുർവ്യാഖ്യാനാണ്. ആ ഒരു വിഭാഗം ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരാശയം, ആ ആശയത്തിന് നബി
ഉദ്ദേശിക്കാത്ത, നബി പറയാത്ത അർത്ഥം പറയുകയും സമൂഹത്തെ പിഴപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഹദീത്ത്, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗല എന്ന് പറയുന്ന ഹദീത്ത്, ആ ഹദീത്ത് എടുത്തിട്ട് ചില ആളുകൾ വിശദീകരിച്ചത്, ആ ഹദീത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് മൗല എന്ന പദത്തിന് യഥാർത്ഥത്തിൽ സ്നേഹിതൻ, സഹായി, അടിമ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഈ പിഴച്ച കക്ഷികൾ പറഞ്ഞൊരർത്ഥം, അതിന് ദുർവ്യാഖ്യാനിച്ച ആളുകൾ പറഞ്ഞൊരർത്ഥം സർവാധികാരിയാണ്, അള്ളാഹുവാണ്. ആര്? അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവാണ് എന്നുവരെ ഈ ഹദീസിനെ മുന്നിൽ വെച്ച് ദുർവ്യാഖ്യാനിച്ച ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ഹദീത്താണ് പിന്നെ ഹദീത്തുൽ മൻസില എന്ന് പറയുക, അഥവാ സ്ഥാനം നിർണ്ണയിക്കുന്ന ഹദീത്ത് എന്ന രീതിയിലൊക്കെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഹദീത്താണ്. അൻ തമിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ എന്ന് പറയുന്ന ഹദീത്ത്. ആ ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൂസാ നബിക്ക് ഹാറൂൻ നബി എന്ന പോലെ എനിക്ക് നീ എൻ്റെ അടുക്കൽ നീ എൻ്റെ അടുക്കൽ നിൻ്റെ സ്ഥാനം ഹാറൂൻ നബിയെ പോലെയാണ്, അത്രയും അടുത്ത ആളുകളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിനെ ഷിയാക്കളാണ് എന്ത് ചെയ്തത്? ദുർവ്യാഖ്യാനിച്ചത്. എന്തിന്? അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്ത് കിട്ടേണ്ടത്, നബിൻ്റെ സ്ഥാനം അലി റളിയല്ലാഹു നബിൻ്റെ അടുക്കലുള്ള സ്ഥാനം ഹാറൂൻ നബിയുടെ സ്ഥാനമാണ്. അപ്പോൾ ഹാറൂൻ നബി പ്രവാചകനാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവാണ് ഖലീഫയാകേണ്ടത് എന്ന് ഷിയാക്കൾ എന്ത് ചെയ്ത് തെളിവ് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ധാരാളം ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലേക്ക് ചേർത്ത് പല വിധത്തിലുള്ള ഇസ്ലാമിലില്ലാത്ത വാദങ്ങൾ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിച്ചാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറയാനുള്ളത്, അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ എല്ലാ കാലഘട്ടങ്ങളിലും ആളുകൾ ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അഹ്ലുസുന്നയുടെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ആരും ഇകഴ്ത്താറില്ല. അലി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്, ഒരുപാട് പ്രത്യേകതയുള്ള ആളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതാണ് രാമുഖമായിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ, ഈ തരത്തിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, അത്തരമൊരു ദുർവ്യാഖ്യാനമാണ് ആര് നടത്തിയിട്ടുള്ളത്? CH മുസ്തഫയുടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും CH മുസ്തഫയുടെ ആ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം ആളുകളെ ക്ഷണിക്കുന്നത് യഥാർത്ഥത്തിൽ ഷിയായിസത്തിലേക്കാണ് എന്നത് 100% നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു പ്രമാണം ഉദ്ധരിക്കുന്നുണ്ട്. ഈ പിഴച്ച ആശയക്കാരും അവരുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ ഖുർആനും സുന്നത്തും ഒക്കെ തന്നെയാണ് അതിനെ ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുവരാറുള്ളത്. അത്തരത്തിലൊരു ഹദീസാണ് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് അവിടെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിലൂടെ മാത്രമാണ് ഇൽമ് സ്വീകരിക്കാൻ കഴിയുള്ളൂ, അതുമാത്രമാണ് ഇൽമിൻ്റെ കേന്ദ്രം എന്ന രൂപത്തിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുമ്പോൾ എന്താണ് ഈ ഹദീസിൻ്റെ ശരിയായ വസ്തുത എന്ന് ഉസ്താദ് ഒന്ന് പറയാം. അതെന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ആ ഒരു ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അലി റളിയല്ലാഹുവിൻ്റെ ഒരു മഹത്വം പറയാൻ തോന്നിപ്പോവും, അത് ചെറിയ മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ എത്ര സമർത്ഥമായിട്ടാണ് മൂപ്പർ അതിലേക്ക് ഷിയായിസം കയറ്റിയെന്നുള്ളത് അത് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് ഇമാം തുബ്രാനി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ആ ഹദീസ് സ്വഹിയാണോ ദുർബലമാണോ എന്ന കാര്യത്തിലൊക്കെ പണ്ഡിത ലോകത്ത് വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി സ്വഹിയാണെന്ന് വെച്ചാൽ തന്നെ ആ ഹദീസിൻ്റെ അർത്ഥം അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാൻ അറിവിൻ്റെ നഗരിയാണ്, അലി അതിലേക്കുള്ളൊരു കവാടമാണ് എന്നാണ് ഹദീസ്. അതല്ലാതെ അലി മാത്രമേ അതിലേക്കുള്ള കവാടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. അലിയിലൂടെ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നും ആ വാചകത്തിന് അർത്ഥമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്താനുള്ള മതത്തിൻ്റെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനുള്ള ഏക കവാടം അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒരാൾക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അലി റളിയല്ലാഹുവിനോട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വളരെ വിദഗ്ധമായൊരു ഷിയായിസം അദ്ദേഹം അതിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. യഥാർത്ഥത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനെ കുറിച്ച് ധാരാളം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം. എന്നതുപോലെ തന്നെ ബാക്കിയുള്ള സ്വഹാബത്തിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് മാത്രമല്ല നമുക്ക് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. സ്വഹാബത്തിൽ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് യാത്ര പോയി അവർ മതപ്രബോധനം ചെയ്തു, ഹദീസുകൾ പ്രചരിപ്പിച്ചു. ഇപ്പോൾ നോക്കൂ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച ആദ്യത്തെ ഒരു 5 പേരെടുത്തു നോക്കിയാൽ പോലും അതിൽ അലി റളിയല്ലാഹുവിന് ഇല്ല എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടില്ല എന്നല്ല, അദ്ദേഹത്തെക്കാൾ ഏറെ ഹദീസുകൾ ഉദ്ധരിച്ച സ്വഹാബത്തിനെ ചരിത്രത്തിൽ കാണാം. ഒന്നാമതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5000-ലധികം ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2600-ൽ പരം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 2200-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ ബി റളിയല്ലാഹു അൻഹ 2210 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 1500-ലധികം 1600-ഓളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
ഹദീസുകൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച ആളുകൾ ധാരാളം മറ്റു സ്വഹാബത്തിനെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ മാത്രമേ നമുക്ക് ഹദീസുകൾ കിട്ടുന്നുള്ളൂ, വിജ്ഞാനീയങ്ങൾ കിട്ടുന്നുള്ളൂ, അറിവുകൾ കിട്ടുന്നു എന്നത് ചരിത്രപരമായും ശരിയല്ല. ഈ ഹദീസിൻ്റെ അർത്ഥത്തിൽ അതില്ല. കാരണം ഹദീസിൽ പ്രവാചകൻ വസല്ലം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരു വിശാലതയെ പറയാണ്. പ്രവാചകനിലേക്ക് എത്താനുള്ള ഒരു കവാടമായിട്ട് അലി റളിയല്ലാഹുവിനെ പ്രത്യേകം അതിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നൊഴിച്ചാൽ അത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ, അതിലൂടെ അല്ലാതെ നമുക്ക് റസൂലിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നൊരു വാചകം അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല നമുക്കറിയാം സ്വഹാബത്തിൽ തന്നെ പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അവർ ആയിഷ ബീവിയുടെ അടുക്കലേക്കാണ് പോകാറുണ്ടായിരുന്നത്. എല്ലാ സ്വഹാബത്തും അലി റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കല്ല പോകാറ്. അലി റളിയല്ലാഹുവിന് കുറേ മസലകളിൽ വിധി പറയുന്നത് ചരിത്രത്തിൽ കാണാം. എന്നതുപോലെ തന്നെ അവർ പല കാര്യങ്ങളിലും കിബാറുകളായ സ്വഹാബത്ത് തന്നെ അവർ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അടുക്കലേക്ക് പോയി അഭിപ്രായം ചോദിക്കുന്നത് ചരിത്രത്തിലെമ്പാടും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തലയിൽ കൈവച്ച് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അള്ളാഹുവേ ഈ കുട്ടിക്ക് നീ മതത്തിൽ അഗാധ ജ്ഞാനം നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മുഫസ്സിറുകളും അവരുടെ തഫ്സീറുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായങ്ങൾ എടുത്തു കൊടുക്കുന്നത് കാണാൻ പറ്റും. ഏത് ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും വളരെ കുറഞ്ഞ ആയത്തുകളിലല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാ തഫ്സീറുകളിലും വളരെ വ്യാപകമായി ഇടം പിടിച്ചിട്ടുണ്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് റഈസുൽ മുഫസ്സിരീൻ, തഫ്സീറുകൾ ലോകത്ത് പ്രചരിപ്പിച്ച അതിലേറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്വഹാബികളിൽ ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ വാചകം വ അലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ, ഹലാൽ ഹറാമുകൾ ഇസ്ലാമിൻ്റെ വിധികളെക്കുറിച്ച്, അതിലെ നിഷിദ്ധങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഹലാലുകളെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി അറിയുന്നത് അത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വ അഖ്റഉഹും ഉബയ്യ് ഇബ്നു കഅബ്, ഖുർആൻ്റെ പാരായണത്തിൽ ഏറ്റവും കൂടുതൽ മികവുള്ളത് അത് ഉബയ്യ് ഇബ്നു കഅബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകൾ ഓരോ സ്വഹാബത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ വാക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു അല്ലാത്ത ധാരാളം ആളുകൾ സ്വഹാബത്തിൽ പണ്ഡിതന്മാരായി വിജ്ഞാനീയങ്ങൾ ലോകത്തിന് പ്രചരിപ്പിച്ചു കൊടുത്ത ആളുകൾ ധാരാളം ഉണ്ടെന്ന് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ കാണുകയുണ്ടായി, എൻ്റെ അടുക്കലേക്ക് ഒരു പാലിൻ്റെ പാത്രം കൊണ്ടുവന്നു. എന്നിട്ട് ഫശരിബ്തു മിൻഹു, ഞാൻ ആ പാത്രത്തിൽ നിന്ന് പാൽ കുടിച്ചു. അങ്ങനെ ഫഅതൈതു ഫദ്ലി ഉമർ ബിൻ ഖത്താബ്, അതിൻ്റെ ഫദ്ൽ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ ഈ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഈ കണ്ട കാര്യത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? പ്രവാചകൻ പറഞ്ഞു, അത് അറിവാണ്, ഇൽമാണ്. ഞാൻ ഉമറിന് വാക്കി കൊടുത്തത് അതിൻ്റെ അറിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്വഹാബത്തിനെ കുറിച്ച് പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾ അപ്പോൾ ഓരോ സ്വഹാബത്തിനും പല കാര്യങ്ങളിൽ മികവുണ്ട്. അതിൽ അറിവിൻ്റെ കാര്യത്തിൽ മികവുള്ള ഒരാളാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ധീരതയുടെ കാര്യത്തിൽ മികവുള്ള ആളാണ്. എങ്ങനെ നോക്കിയാലും സ്വഹാബത്ത് നമുക്ക് ലോകത്തിൽ തന്നെ അഹ്ലുസുന്നയുടെ ഇമാമുകൾക്കിടയിൽ ഏകാഭിപ്രായമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. സ്വഹാബത്തിൽ തന്നെ അബൂബക്കർ ഉമറുമാണ് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ. പ്രവാചകൻ്റെ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അത് അബൂബക്കറാണ്. സുമ്മ ഉമറാണ് എന്ന കാര്യത്തിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എന്നാൽ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അവരെക്കാളും മുകളിലാണ്, ഒരു വേള പ്രവാചകൻ്റെ പ്രതിബിംബമാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്വഹാബത്തിനേക്കാളും മുകളിലാണ് അലി റളിയല്ലാഹു അൻഹു എന്നത് ഷിയായിസമാണ്. അത് അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ വാചകം മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്ര മനോഹരമായി പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ യാത്ര പോകുമ്പോൾ, ഹിജ്റ പോകുമ്പോൾ പ്രവാചകൻ ഒപ്പം കൂട്ടുന്ന അബൂബക്കർ റളിയല്ലാഹുവിനെയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ രോഗിയായി വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഇമാമത്ത് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഏൽപ്പിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെയാണ്. വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ലത്തഖത്തു അബൂബക്കർ ഖലീല, ഞാൻ ആരെങ്കിലും ഉറ്റ തോഴനായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറിനെയാണ് സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ മസ്ജിദിൽ രോഗിയായി കിടക്കുന്ന ആ സാഹചര്യത്തിൽ പ്രവാചകൻ എല്ലാ കവാടങ്ങളും അടക്കാൻ പറഞ്ഞു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കുള്ള കവാടം മാത്രം തുറന്നിടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ സ്വഹാബത്തിനേക്കാളും ഒരു പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ഡയറക്റ്റ് ചോദ്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ് സ്വഹാബത്തിൽ എന്ന് വളരെ വ്യക്തതയിൽ സ്വഹാബത്ത് ചോദിക്കുന്നു. പ്രവാചകൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അബൂബക്കറിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും ധാരാളം സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനേക്കാളും ശ്രേഷ്ഠത കൊണ്ട് മുകളിലാണ് അബൂബക്കർ ഉമറും എന്ന് തെളിയിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച കാര്യമാണ്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞത്, ലൗഖാന ബഅദി നബിയുൻ ലഖാന ഉമർ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അത് ഉമർ വരുമായിരുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുകയും ശൈത്താൻ ആ വഴി വരുന്നുണ്ടെങ്കിൽ ഉമറിനെ കണ്ടാൽ ശൈത്താൻ ഓടിപ്പോകും. അത്ര ഈമാനുള്ള വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ മറ്റു സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞ അവരെ അറിവിൻ്റെ ശ്രേഷ്ഠത,
അവരുടെ ഈമാനിൻ്റെ ശ്രേഷ്ഠത, അവരുടെ ധീരത, അവരുടെ ദീർഘവീക്ഷണം, ഇങ്ങനെയൊക്കെ പ്രവാചകൻ അടയാളപ്പെടുത്തിയ ഹദീസുകളെ മുഴുവനും അത് ഒളിപ്പിച്ച് വെച്ചിട്ട് വെറും അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന മാത്രം ഭാഗങ്ങൾ എടുത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ബാക്കി എല്ലാവരും മോശക്കാരാണ്, അലി റളിയല്ലാഹുവിന് മാത്രമേ ഇവിടെ പ്രവാചകനക്ക് ഇഷ്ടമുള്ള ആളുള്ളൂ എന്ന് വരുത്തി തീർക്കുന്ന യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടല്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അലി റളിയല്ലാഹുവിന് മഹത്വമില്ല, അവർ ശ്രേഷ്ഠരല്ല, ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട സ്വഹാബത്താണ്, അതിൽ 4ാമത്തെ ഖലീഫയാണ്, മുസ്ലിം ലോകം ഒന്നാകെ സ്നേഹിച്ച വ്യക്തിയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻത അഖീ ഫി ദുനിയ വൽ ആഖിറ. കാരണം മുഹാജിറുകൾ അൻസാറുകൾ പരസ്പരം സഹോദരങ്ങളാക്കി നബി വന്ന സമയത്ത്. അപ്പോൾ അലി റളിയല്ലാഹുവിന് ആരും സഹോദരനില്ല. അപ്പോൾ അലി റളിയല്ലാഹു ചോദിക്കുന്നുണ്ട് എനിക്ക് അൻസാറിൽപ്പെട്ട ആരും സഹോദരനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു അൻത അഖീ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ സഹോദരൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് പ്രാധാന്യം പ്രവാചകൻ പറയാണ്. അതേപോലെ തന്നെ ഷമീർ ഉണ്ടേരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം അൻത മിന്നി ബി മൻസിലത്തി ഹാറൂന മിൻ മൂസ, മൂസക്ക് ഹാറൂൻ നബി ഉള്ളതുപോലെ എൻ്റെ ഒരു അടുത്ത തോഴനാണ്, അല്ലെങ്കിൽ എൻ്റെ അടുപ്പമുള്ള ഒരാളാണ് നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വാചകത്തിൽ നിന്നൊരു പക്ഷേ ഹാറൂൻ നബി മൂസാ നബി ഉള്ളതുപോലെ രണ്ടും നബിയാണോ എന്ന സംശയം വരാം. പ്രവാചകൻ ഉടനെ ആ വാക്കിനെ മനസ്സിലാക്കി തിരുത്തുന്നില്ല എങ്കിലും അന്നഹുലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല, മൂസയ്ക്ക് ഹാറൂൻ ഉള്ളതുപോലെ തന്നെയാണ്, എന്നാൽ ഒരു നബി എനിക്ക് ശേഷം വരാനില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇവർ ഇത്തരം ഹദീസുകളിലൂടെയൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ മഹത്വം പറയുകയാണെന്ന് തോന്നിപ്പോകും. സാധാരണക്കാർക്ക് അലി റളിയല്ലാഹുവിൻ്റെ മഹത്വം പറയാണ്, അഹ്ലു ബൈത്തിൻ്റെ മഹത്വം പറയുകയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അതിലൂടെ വല്ല അദ്ദേഹം കടത്താൻ ശ്രമിക്കുന്നത് ഈ ഷിയായിസമാണ് എന്ന് മനസ്സിലാക്കലാണ് അതിലേറ്റവും നല്ല കാര്യം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇവിടെ വളരെ കൃത്യമായാണ് ആ ഒരു വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. അതായത് CH മുസ്തഫ ഇവിടെ അലി റളിയല്ലാഹുവിൻ്റെ മഹത്വം പറയുന്നതിലൂടെ ഷിയായിസം തിരികെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ചില സംസാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിബിംബമാണ് അലി എന്നുപോലും പറയുന്ന ഒരു സംസാരത്തിൻ്റെ ആ ഒരു ശൈലി അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മുസ്ലിമിന് പറയാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വസ്തുത ഇപ്പം മുഷ്താഖ് അൽ ഹിക്കമിയോട് വിശദീകരിച്ച് കഴിഞ്ഞു. നമ്മളിത് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റുകൾ കൂടെ. ഒന്ന്, അലി റളിയല്ലാഹു അൻഹു നബിയുടെ പ്രതിബിംബമാണ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഗൗരവമുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മളിത് അഡ്രസ്സ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയമല്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹു നബിയുടെ പ്രതിബിംബമാണെന്ന് പറയുമ്പോഴുള്ള ഒരപകടം അലി റളിയല്ലാഹു പരവാചകൻ്റെ പദവിയിലേക്ക് എത്തുന്നുണ്ട് ഒരു സൂചന എന്തുണ്ട് അതിലുണ്ട്. ഒരിക്കലും അലി റളിയല്ലാഹു അൻഹു എന്തല്ല, പ്രവാചകനല്ല. അദ്ദേഹം പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം വാദങ്ങൾ പറഞ്ഞ് എവിടേക്ക് എത്തൽ അലി റളിയല്ലാഹുവിൻ്റെ സാധാരണ പറയുന്നത് കുളിപ്പിച്ച് ആ ഒരു രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി റളിയല്ലാഹു അൻഹുവിന് സാമ്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടെ നേരത്തെ മുഷ്താഖ് അൽ ഹിക്കം ഉദ്ധരിച്ച ഹദീത്ത്, ആ ഹദീത്തിലെ അൻത മിന്നി ബി മൻസിലത്തി ഹാറൂന മിൻ മൂസ ഇല്ലാ അന്നഹു ലാ നബിയ ബഅദി, അവിടെ ശരിക്കും അവിടെ ഇസ്തിസ്ന ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്, ആ വാതിലിൻ്റെ അടക്കാണ്. അലി റളിയല്ലാഹു നബിയാണ്, അല്ലെങ്കിൽ അലി റളിയല്ലാഹു നബിയുടെ സ്ഥാനം കിട്ടേണ്ടിയിരുന്നത് എന്ന് പറയുന്ന വാതിലവിടെ അടച്ച് അലി റളിയല്ലാഹു പ്രവാചകനല്ല, നബിയുടെ പ്രതിബിംബം എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തല്ല, പ്രവാചകനല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ത് ചെയ്യണം, വിശ്വാസികളായ ആളുകൾ ഇത് മനസ്സിലാക്കണം. പിന്നെ അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തല്ല, ഞാൻ നബിയേക്കാൾ മുകളിലല്ല. അദ്ദേഹത്തോട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹത്തിനോട് മകൻ മുഹമ്മദ് ബിനു അദ്ദേഹത്തിൻ്റെ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായ ആളാരാ, ബഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന മറുപടി അബൂബക്കർ എന്നാണ്. നേരത്തെ അബൂബക്കർ എന്നാൻ്റെ ഫضل വിശദീകരിച്ചു, അബൂബക്കർ എന്നാണ്. അപ്പോൾ മകൻ്റെ ചോദ്യം ഖുൽ തുസുമ്മ മൻ, പിന്നെ ആരാണ്? അദ്ദേഹം പറഞ്ഞു സുമ്മ ഉമറാണെന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഖുൽ തുസുമ്മ അൻത, പിന്നെ നിങ്ങളാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി മാ അന ഇല്ലാ റജുലുൻ മിനൽ മുസ്ലിമീൻ, ഞാനാണെന്നല്ല, ഞാൻ സാധാരണ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാണ്. അപ്പം നബിയുടെ ഒരു സ്ഥാനത്തേക്ക്, ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നതിനെ അദ്ദേഹം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനെ അദ്ദേഹം ശക്തമായിക്കൊണ്ട് എതിർത്തു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇദ്ദേഹം ഈ പ്രതിബിംബം എന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹു ഒരിക്കലും വഹി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഇന്ന മേഖലകളിൽ മാത്രമാണ് അദ്ദേഹത്തെ നമുക്ക് നബിയുടെ പ്രതിബിംബമായിട്ട് കാണാൻ പറ്റുക. ഇതൊന്നും പറയാതെ ഒരു ഒന്നായിട്ട് വിശദീകരണം കൊടുക്കുമ്പോൾ അതിൽ വരുന്ന അപകടങ്ങളാണിത്. വഹി ലഭിച്ചതായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്താണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലൊരു മനുഷ്യനാണെങ്കിലും പ്രവാചകനുള്ള പ്രത്യേകത വഹി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദർജയിലേക്ക് ഒരിക്കലും വേറെ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്താൻ കഴിയില്ല എന്നുള്ളത് എന്താണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷിയായിസത്തിലേക്ക് ഈ ഉമ്മത്തിനെ, ഈ സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ഒരു കഠിനമായ പരിശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയെ, അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്.
തീർച്ചയായും ഇവിടെ സമീർ മുണ്ടേരി ഉസ്താദ് പറഞ്ഞതുപോലെ CH മുസ്തഫ ഇത്രയും വലിയ ഗൗരവമേറിയ വിഷയങ്ങൾ ഉള്ളിലേക്ക് തിരികെ കയറ്റുമ്പോൾ അദ്ദേഹത്തെ ഒന്നുകൂടി സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ആ സമൂഹം ഇത് തിരിച്ചറിയണം. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ നമ്മൾ പല കുറി നമ്മൾ പ്രൂഫ് പോയിന്റ് ചർച്ചയ്ക്ക് എടുത്തൊരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രമാണബദ്ധമായി അതിൻ്റെ കൃത്യത വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹം പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് അദ്ദേഹം പറയണം. അത് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, എൻ്റെ ക്ലിപ്പുകൾ കട്ടുമുറിച്ച് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിന് ഒഴിഞ്ഞു മാറണം. ഓക്കെ, അതാണ് ഒരു ന്യായമായ മറുപടിയാണ്. അതല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ അദ്ദേഹം പ്രമാണങ്ങൾ കൊണ്ടുവന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. പക്ഷേ എത്രയോ ചർച്ചകളിൽ നമ്മളിത് കഴിഞ്ഞു പോയിട്ടും അദ്ദേഹത്തെ പല കുറി വെല്ലുവിളിച്ചിട്ടും മാനസരഫിക്ക് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഹദീസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പോലും അദ്ദേഹം ഒന്നും പറയാതെ ഇങ്ങനെ ആകാശത്തേക്ക് വെടിവെക്കൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഷിയായിസം കയറ്റുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഉടനീളം പറയാനുള്ള ഒരു മുല്ലകൾ ഉണ്ടാക്കിയൊരു മതമാണിത്, ഒരു മുആവിയൻ മതമാണിത് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിക്കുക, പ്രമാണങ്ങളെ പരിഹസിക്കുക, ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ ചീത്ത പറയാം, ഉമർ റളിയല്ലാഹുവിനെ ചീത്ത പറയാം, മുആവിയ റളിയല്ലാഹുവിനെ ചീത്ത പറയാം. അതേപോലെ തന്നെ കഴിഞ്ഞുപോയ മഹാന്മാരായ സ്വഹാബത്തിനെ അബൂ സുഫിയാൻ ഇകഴ്ത്തി റളിയല്ലാഹുവിനെ അദ്ദേഹത്തെ ഇകഴ്ത്തി സംസാരിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽപ്പെട്ടതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനയുടെ വീട് സ്വഹാബത്ത് കത്തിച്ച് കളഞ്ഞതാണ്, അബൂബക്കർ റളിയല്ലാഹു കത്തിച്ചതാണ്, ഉമർ റളിയല്ലാഹു തീ കൊടുത്തതാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന, സ്വഹാബത്തിനോട് ഒട്ടും സ്നേഹമില്ലാത്ത ശരിയായ ഷിയായിസത്തിൻ്റെ പ്രതിബിംബമാണ് അയാൾ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണല്ലോ, അലി റളിയല്ലാഹുവിന് നബിയുടെ പ്രതിബിംബമാണ്, ശരിക്കും ഷിയായിസത്തിൻ്റെ പ്രതിബിംബമാണ് അയാളെന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റും. അതേപോലെ തന്നെ സർവ്വവേദ സത്യവാദം, ഏത് മതക്കാരായാലും പ്രശ്നമില്ല, അവർക്ക് അവരുടെ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ തന്നെ അവർ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും എന്നതിന് ഇസ്ലാമിന് അന്യമായ വാചകങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ എല്ലാ സ്വഹാബത്തിനേക്കാളും അലി റളിയല്ലാഹുവിനുമാണ് മുകളിലുള്ളത്, ശ്രേഷ്ഠനായ വ്യക്തി അദ്ദേഹമാണ് എന്ന് ഷിയായിസം പറയുന്ന വ്യക്തിയാണ്. ഇമാം ബുഖാരി റഹിമഹുള്ളയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ശൂന്യത്തിൽ നിന്നും ഹദീസുകൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്, അതിൽ അശ്ലീല ഹദീസുകളുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും പരാമർശിച്ച് കാണാം. കാരണം ഇമാം ബുഖാരിയിൽ വന്നതും ബാലരമയിൽ വന്നതിനെ കുറിച്ചും ചോദിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകം എന്താണ് ഇവിടെ അംഗീകരിച്ചു പോകുന്നത്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ, ഏറ്റവും അസഹായ ഗ്രന്ഥമായി മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചു പോകുന്ന ഇമാം ബുഖാരിയുടെ ഹദീസുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതൊക്കെ ശൂന്യാകാശത്ത് ഉണ്ടാക്കിയതാണ്, അതൊക്കെ ഒരു കട്ടുകഥകളാണ്, അതേപോലെ തന്നെ അതിലൊക്കെ അശ്ലീല കഥകളുണ്ട്, അതൊക്കെ ബാലരമ പോലെയാണ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഈ പ്രസംഗവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അതേപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് അത് 10 എണ്ണമാണ്, 5 എണ്ണമല്ല. അതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓർഡറല്ല, അതിൽ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും പ്രസംഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രൂഫ് പോയിന്റിൽ അടുത്തൊരു ചർച്ചയാണ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശകൾ, അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം കണിശമായി വിരോധിച്ച ഒരു ഹറാമിനെ ജനങ്ങൾക്കിടയിലേക്കാണ് വിട്ടുകൊടുക്കുക. അത് ആചരിച്ച പ്രശ്നം, അത് ചെയ്താൽ പ്രശ്നമില്ല എന്ന തോതിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിൻ്റെ ഖബറിൽ നിന്നും അദ്ദേഹത്തെ മാന്തി എടുക്കണം എന്ന് മുആവിയ റളിയല്ലാഹുവിന് പറഞ്ഞു എന്ന് സ്വഹാബത്തിൻ്റെ പേരിൽ കള്ളം പറയുക. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നോട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവും, അത്രയേറെ. ഓരോ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ധാരാളം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഖബർ ശിക്ഷയില്ല, ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ 10 ആയത്തുകൾക്ക് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം അങ്ങനെ വ്യാഖ്യാനിച്ച് പറയണം. ഓരോ ആയത്ത് ഓതി അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കണം എന്ന് വെച്ചാൽ 10 ആയത്തുകൾക്ക് വിരുദ്ധമാണത്തെ ഖബർ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ഹദീസുകളൊക്കെ. ഇപ്പോൾ മുൻകർ നക്കീറിനൊക്കെ അദ്ദേഹം കളിയാക്കണം കാണാൻ പറ്റും. ഇതൊക്കെ കെട്ടുണ്ടാക്കിയ കഥകളാണ്, ആരൊക്കെയോ പേടിപ്പിക്കുകയാണ്, സമാധാനത്തിൽ മനുഷ്യന്മാരെ മരിക്കയക്കണില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പരിഹസിക്കണം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഒരു പൊതുവെ ശൈലി, ഖുർആൻ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, ബുഖാരിയോ മുസ്ലിമുള്ള ഹദീസുകളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അതേപോലെ തന്നെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് അദ്ദേഹം ഈ അടുത്ത ദിവസം ഒരു 2 ആഴ്ച മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കാണാം. അത് ഹിജ്റയെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്ന് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വെച്ചാൽ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ അറബി നാട്ടിലെ അങ്ങേയറ്റത്തുള്ള പള്ളി, അതാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ബൈത്തുൽ മുഖദ്ദസ് അല്ല, അത് മദീനത്തേക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇസ്രാ മിഅ്റാജിൻ്റെ കഥകളെ പരിഹസിച്ച് അതിനെ കളിയാക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിന് അന്യമായ, ഒരിക്കലും ഇസ്ലാമിന് ചേരാത്ത ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട എല്ലാ പ്രസംഗത്തിലും ഈ നിലക്കുള്ള ഓരോ പ്രശ്നങ്ങൾ കടന്നു വരാറുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള നിങ്ങൾക്ക് ഹദീസുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡമെന്ന് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം വെച്ചാൽ ചില ഹദീസുകൾ സ്വീകരിക്കുന്നില്ല, ഇമാം ബുഖാരിയെ തള്ളുന്നു, ഇമാം മുസ്ലിമിനെ തള്ളുന്നു. എന്നാൽ ചില സന്ദർഭത്തിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, അന മദീനത്തുൽ ഇൽമി വലിയുൻ ബാബുഹ എന്ന ഹദീസ് വേണം. ഇമാം തുബ്രാൻ ഉദ്ധരിച്ച, ബുഖാരിയും മുസ്ലിം ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസുകളൊന്നും പറ്റില്ല, എന്നാൽ തുബ്രാൻ ഉദ്ധരിച്ചൊരു ഹദീസ് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം, നബി എങ്ങാനും ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന് നേരിട്ടെങ്ങാനും സംസാരിക്കുന്നുണ്ടോ, ഇദ്ദേഹത്തിന് ജിബ്രീൽ വഴി എന്തെങ്കിലും വഹി കിട്ടുന്നുണ്ടോ, അതല്ല ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ ഈ ഹദീസുകൾ? വെറുതെ ഇങ്ങനെ തോന്നുന്ന ഹദീസ്, അയാൾ കെട്ടിപ്പടച്ച കുറേ ആശയങ്ങളുണ്ട് ഇവിടെ, അതിനോട് പരിക്ക് പറ്റാത്ത ഹദീസുകൾ സ്വീകരിക്കുക എന്നതാണോ മാനദണ്ഡം?
അതല്ല ശരിയായ വല്ല മാനദണ്ഡവും ഇദ്ദേഹത്തിനുണ്ടോ? അങ്ങനെ അദ്ദേഹം നിദാന ലോകത്ത് അംഗീകരിക്കപ്പെട്ടു പോകുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ച നിദാന ശാസ്ത്രം ഇദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടോ? അതല്ല വെറുതെ ഇങ്ങനെ പറയാണോ? എന്താണ് ഇദ്ദേഹത്തിൻ്റെ മാനദണ്ഡം എന്ന് അറിഞ്ഞാൽ ഇദ്ദേഹത്തിന് അണികളോ? ഇപ്പോൾ തഫ്സീറുകൾ സ്വീകരിക്കുന്നിടത്തും കാണാം പ്രബലമായ തഫ്സീറൊന്നും സ്വീകരിക്കുക, എന്നാൽ എവിടെയെങ്കിലൊക്കെ ചില വാറോലുകൾ കൊണ്ടുവന്ന് ഉദ്ധരിക്കും. നമുക്ക് കൃത്യമായ മാനദണ്ഡമുണ്ട്, മുസ്ലിമീങ്ങൾക്കൊക്കെയും ആ മാനദണ്ഡമുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ള മറ്റു സംഘടനകൾ പരിശോധിച്ചാലും കാണാം അവരൊക്കെ ഒരു മാനദണ്ഡത്തിൻ്റെ ഉള്ളിലാണ് ഈ ഹദീസ് സ്വഹീഹാണ്, ഈ ഹദീസ് ദുർബലമാണ്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കാണാം. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇദ്ദേഹത്തിന് പറ്റുന്ന ഹദീസുകൾ മാത്രം പറയുക, അല്ലാത്ത പറയാതിരിക്കുക, അല്ലാത്ത അദ്ദേഹം ബാലരമയാണ്, അശ്ലീലമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുക. അവർ കൃത്യമായ പ്രതലം പോലുമില്ല, ഒരു അടിസ്ഥാന ഒരു കാര്യങ്ങളിൽ പോലുമല്ല അദ്ദേഹം നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അഹ്ലുസുന്നയിൽ നിന്ന് ബഹുദൂരം വഴിപിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് നിലവിൽ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരു സംസാരങ്ങളിൽ നിന്ന് കൃത്യവും വ്യക്തവുമാണ്.